ഹായ് ഫ്രണ്ട്സ്, ആൽബിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച നാടൻ ചൂരക്കറിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 1 കിലോ ചൂര വെട്ടി വൃത്തിയാക്കി പീസുകളാക്കി വെച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6 കഷ്ണം വെളുത്തുള്ളി, ഒരു 4 കഷ്ണം കൊച്ചുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചതച്ചത്, ഒരു 8 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കാൻ വെച്ചത്. ഇതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം സ്റ്റൗ കത്തിക്കുക. ഇതിന് ശേഷം ഒരു നല്ല മൺചട്ടി, ഒരു ചെറിയ മൺചട്ടി വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ വെള്ളം വറ്റിയ ശേഷം ഒരു വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും കറിക്ക്. നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഉലുവ ഇതിലേക്ക് ചേർക്കുക. ഉലുവ നല്ല ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ കടുക് എണ്ണയിലിട്ട് പൊട്ടിച്ചെടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ മൂപ്പിക്കുക. നല്ലതുപോലെ ബ്രൗൺ കളറാകണം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ അതൊന്ന് മൂപ്പിച്ച് എടുക്കുക. അതിനുശേഷം നല്ല പൊടിപ്പിച്ച കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് വെച്ചാൽ നല്ല എരിവുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു 4 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുക. അതൊരു തിക്നെസ്സിന് വേണ്ടിയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഒരു ചെറിയ ടേസ്റ്റും ഉണ്ടാകും. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന നല്ല കുടംപുളി അത് പിഴിഞ്ഞ് പുളി അതിനകത്ത് ചേർത്ത ശേഷം അതിൻ്റെ വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ അതിനകത്ത് വെള്ളം. അപ്പം നമുക്ക് ആ മീൻ ഇടേണ്ട ആവശ്യത്തിന് കുറച്ച് പച്ചവെള്ളം കൂടി ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ഇതൾ കറിവേപ്പില ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ ഇത് മൂടി വെച്ച് ഇളപ്പിക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടിയുടെ 2 സൈഡും തുണി വെച്ച് ഒന്ന് കറക്കി കൊടുക്കുക. 2 തവണ ഒന്ന് കറക്കി അതിലേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ മീൻ പീസുകൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു 7-8 കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലൊരു മൂടി കൊണ്ട് അടച്ച് ഒരു 20 മിനിറ്റ് വേവാൻ വെക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നല്ല മീൻ കറി റെഡി.